5 സെൻറ്റിൽ താഴെയുള്ള ഒരു ചെറിയ ഭൂമിയാണിത്. ഈ ഭൂമിയിൽ ഒരു 3 നില ലോഡ്ജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഓണർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പ്രദേശത്തെക്കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഒരു 8 അടിയോളം താഴ്ചയിലുള്ളൊരു നിരപ്പായുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണങ്ങൾ പുരോഗമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ നിർമ്മാണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന റിനു പി ബാബു എന്ന് പറയുന്ന എൻജിനീയറുമായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമുക്കറിയാം, ഈ റോഡ് എന്ന് പറയുന്നത് മെയിൻ റോഡിൽ നിന്നും കുറച്ച് താഴെയായിട്ടാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു വീടിൻ്റെ നിർമ്മാണം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ആ നിരപ്പിൽ നിന്നും മുകളിലോട്ട് കെട്ടുന്നൊരു രീതിയിലാണ് സാധാരണക്കാരായ ആളുകളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്, ഏത് രീതിയിലുള്ളൊരു നിർമ്മാണത്തിൻ്റെ പുരോഗതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് വ്യക്തമായിട്ടൊന്ന് വിശദീകരിച്ചാൽ നമ്മുടെ ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നാഷണൽ ഹൈവേയുടെ ബൈപ്പാസാണ്. അപ്പം അതിൽ നിന്ന് ഈ സർവീസ് റോഡാണ് ഈ 8 അടിയോളം താഴ്ച വരുന്നത്. നമുക്ക് സർവീസ് റോഡിൻ്റെ ലെവലിൽ ആയിരിക്കും ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ലെവൽ വരിക. അതിൽ നിന്നൊരു ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ, അതായത് 1 അടിയോളം പൊങ്ങിയായിരിക്കും ഈ സ്ഥലത്തിൻ്റെ ഗ്രൗണ്ട് ലെവൽ നിൽക്കുക. ഇപ്പോൾ കാണുന്ന താഴെ കാണുന്ന ലെവൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫൂട്ടിങ്ങിൻ്റെ മുകൾ വശമുള്ള ലെവൽ. ഇതിപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് നല്ല ഉറപ്പുള്ള മണ്ണും, അപ്പോൾ നമ്മൾ ആ സൈഡിലത്തെ മണ്ണ് ശ്രദ്ധിച്ചറിയും. അങ്ങോട്ട് പോകും തോറും ചെളി കലർന്ന മണ്ണുമാണ്. അപ്പോൾ അവിടെ ഡെപ്ത് കൂടുതൽ വേണമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് ഫൂട്ടിങ് നമ്മൾ റേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫിനിഷായി വരുമ്പോഴത്തേക്ക് ഈ സർവീസ് റോഡിനേക്കാളും 1 അടി പൊങ്ങിയായിരിക്കും നമ്മുടെ ഗ്രൗണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ കാണുമ്പം നമ്മൾ ഒരുപാട് താഴ്ന്ന് നിൽക്കുന്ന പോലെ തോന്നും, പക്ഷേ ഇതൊക്കെ ഫില്ലായി പോകുന്നതാണ്. ഇപ്പോൾ ഈ വാട്ടർ ടാങ്കും സെപ്റ്റിക് ടാങ്കും ഒക്കെ ചെയ്ത ശേഷം ഇത് മൊത്തം ഫില്ല് ചെയ്തിട്ട് അതിന് മുകളിലായിരിക്കും നമ്മുടെ പ്ലിന്ത് ലെവൽ ബീം വരിക. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ കാണുമ്പം ഉള്ള താഴ്ചയൊന്നും ബിൽഡിങ്ങിനുണ്ടാവില്ല. ബിൽഡിങ് പൊങ്ങിയായിരിക്കും നിൽക്കുക, പക്ഷേ ഹൈവേക്കാട്ടിലും താഴ്ന്നായിരിക്കും നിൽക്കുക. സർവീസ് റോഡിനെക്കാട്ടി പൊങ്ങി നിൽക്കും. ഓക്കെ. അപ്പോൾ ആ പ്രദേശം എന്ന് പറയുന്നത് കുറച്ച് മണ്ണിന് കുറച്ച് ബലക്കുറവുണ്ട് എന്നുള്ളത് നിങ്ങൾ സൂചിപ്പിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നിർമ്മാണം ഇപ്പോൾ 3 നില കെട്ടിടമാണ് ഇവിടെ വരുന്നത് എന്നുള്ളതും